ഏത് പ്രായത്തിലുള്ള സ്ത്രീകളായാലും, കൗമാരക്കാരായാലും, യൗവനത്തിലായാലും, മധ്യവയസ്സിലായാലും, ഇവൻ വാർദ്ധക്യത്തിലായാൽ പോലും ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വഴിവിട്ട ബന്ധങ്ങൾ എന്ന് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൗമാരക്കാരായ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളോട് ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാട്സപ്പ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ എങ്ങനെങ്കിലും നിങ്ങളെ ആക്സസ് ചെയ്ത് നിങ്ങളോട് അവർ പ്രപ്പോസ് ചെയ്യാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അയാൾക്കൊരു മനഃശാസ്ത്രമുണ്ട്, അയാൾക്കൊരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജി എന്നറിയോ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സാധനമാണത്. അതായത് നമ്മളൊരു പൂന്തോട്ടത്തിലൂടെ നടന്നു വന്നിരിക്കാം, സുന്ദരമായ പൂന്തോട്ടാൻ, നല്ല വൃത്തിയുണ്ട്, കണ്ണിന് വളരെയധികം ആനന്ദം നൽകുന്ന, നമ്മളിങ്ങനെ ആസ്വദിച്ച് നടന്നു പോകുമ്പോ ഒരു പൂവ് നമ്മുടെ നാം പൂവ് പറിക്കാനുള്ളൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും. ആ പൂവ് നമ്മളിങ്ങനെ പറിക്കാൻ പോകുമ്പോ മനസ്സാക്ഷിയുള്ളവനാണെങ്കിൽ, ഹൃദയമുള്ളവനാണെങ്കിൽ ആ പൂവ് പറിക്കുമ്പോൾ ആലോചിക്കും, പടച്ചോനെ, ഈ ഒരു പൂന്തോട്ടം വെറുതെ ഉണ്ടായതല്ലല്ലോ, ഈ സൗന്ദര്യം വെറുതെ ഉണ്ടായതല്ലല്ലോ, മാസങ്ങളോ ആഴ്ചകളോ അധ്വാനിച്ച് ഇതിന് വെള്ളമൊഴിച്ച് ഇതിനെ പരിചരിച്ച് ഇതിന്റെ പൂവ് വിരിയുന്നതും കാത്തു നിൽക്കുന്ന ഒരു പൂന്തോട്ടക്കാരൻ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനം ചെലവാക്കിയിട്ടുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അയാൾക്ക് എത്ര വേദന ഉണ്ടാവും ഞാൻ ഈ പൂവ് പറിച്ചാൽ, അത് അയാളുടെ അവകാശമല്ലേ എന്ന് മനസ്സാക്ഷിയുള്ള ഒരാൾ ചിന്തിക്കും. മനസ്സാക്ഷി ഇല്ലാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ല 10 പൂവ് പറിച്ചാലും ഓനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കൊച്ചനുജത്തിമാര് മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വൃത്തികെട്ടവന്മാർ, അക്ഷരാർത്ഥത്തിൽ പൂവാലന്മാർ, കോഴികൾ എന്നൊക്കെ നമ്മൾ ഇരട്ടിപ്പേരിട്ട് വിളിക്കുന്നവർ, ഈ ആളുകൾക്കൊരു മനഃശാസ്ത്രമുണ്ട്. ഈ പൂന്തോട്ടത്തിലെ പൂവ് പറിക്കുമ്പോ അതിന്റെ പിന്നിൽ ജോലി ചെയ്ത പൂന്തോട്ടക്കാരനെയോ അതിന്റെ പിന്നിൽ പണം ചെലവഴിച്ച അതിന്റെ ഉടമസ്ഥനെ കുറിച്ചോ ബോധമില്ലാത്ത, മനസ്സാക്ഷി ചെറുതായില്ലാത്ത ഒരുത്തനേക്കാൾ എത്രയോ വലിയ മനസ്സാക്ഷി ഇല്ലായ്മയാണ് ഇവനുള്ളത്. കാരണം 18, 19, 20 വയസ്സുള്ള സുന്ദരിയായ, പക്വതയുള്ള, വിവേകമുള്ള, നല്ല ലോകവിവരമുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോ ആ പെൺകുട്ടിയുടെ പിന്നിൽ അതിന്റെ ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട്. അതിനുവേണ്ടി സ്വപ്നം കണ്ട, ആ കുട്ടിക്ക് വേണ്ടി എല്ലാം നൽകിയ, ആ കുട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച, ആ കുട്ടിക്ക് വേണ്ടി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം വേർതിരിച്ചു വെച്ച അതിന്റെ മാതാപിതാക്കളുണ്ട്. അവരെ ഓവർടേക്ക് ചെയ്ത് അവരെ മറികടന്നുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് ഞാൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് വലിയ പാതകമാണ്. അതിന്റെ പിന്നിൽ കരയുന്ന 2 കണ്ണുകൾ ഉണ്ടാവും, പിടയുന്ന 2 ഹൃദയങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുത്തന് മാത്രമേ ഒരു പെൺകുട്ടിയോട് ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രയോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മുന്നിലിരുത്തി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരാതികളും പരിഭവങ്ങളുമെല്ലാം എമ്പാടും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഈ പരാതികളുടെയും പരിഭവങ്ങളുടെയും എല്ലാം ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ പറയുന്ന തുടക്കത്തിലുണ്ടായ ചില വിശ്വാസക്കുറവുകളും അള്ളാഹുവിനെ മാനിക്കാതെയുള്ള ചില പ്രവർത്തനങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ പിതാവ് വഴിയാണ്, നമ്മുടെ മാതാവ് വഴിയാണ്, നമ്മുടെ കുടുംബം വഴിയാണ്. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു ഉപ്പയുണ്ട്, എനിക്കൊരു ഉമ്മയുണ്ട്, എനിക്കൊരു തറവാടുണ്ട്. ആ തറവാടിനെ ഒന്നും മാനിക്കാതെ നേരെ കയറി എന്റെ അടുത്ത് വന്ന് ഇഷ്ടം പറയുന്നവൻ, ഇഷ്ടം പ്രകടിപ്പിക്കുന്നവൻ എന്റെ ജീവിതത്തെ തകർക്കാൻ വന്നവനാണ് എന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ട അനുജത്തിമാരെ നിങ്ങൾക്കുണ്ടാവേണ്ടത്. നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെ ചെയ്യണം, പിന്മാറേണ്ടിടത്ത് പിന്മാറുക തന്നെ ചെയ്യണം. നമ്മൾ ചില വൃത്തികെട്ട മോശമായ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുമ്പോ നമുക്ക് ചില ഇരട്ടപ്പേരുകളൊക്കെ ആളുകൾ ഇട്ടുതരും. തേപ്പുകാരി എന്നോ തൂപ്പുകാരി എന്നോ എന്നെല്ലാമുള്ള പേരുകൾ ഇട്ടുതരും. ആ തേപ്പുകാരി എന്ന പേര് നമുക്ക് ഇടുമ്പോ നാം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അടുത്ത് നമുക്കുള്ള സ്ഥാനം ഉയരും, പടച്ചോന്റെ അടുത്ത് നമുക്കുള്ള സ്ഥാനം ഉയരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വഴിവിട്ട ബന്ധങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ ഒരിക്കലും ആനന്ദം ഉണ്ടാവുകയില്ല, സമാധാനം ഉണ്ടാവുകയില്ല, ശാന്തി ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം വീട്ടമ്മമാര് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലേക്കും
മക്കളിലേക്ക് മാത്രമല്ല നിങ്ങളിലേക്കും വഴിവിട്ട ബന്ധങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. 3 വഴിയിലൂടെയാണ് സാധാരണ കുടുംബികളിലേക്ക് വഴിവിട്ട ബന്ധങ്ങൾ, ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ കടന്നു വരിക. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നാമതായി അതിന്റെ കാരണം മതബോധം ഇല്ലാതാവുക എന്നതാണ്. ഇനി കൃത്യമായി മതബോധമുള്ള, തഹജ്ജുദ് നമസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പെടുക്കുന്ന, അള്ളാഹിനെ കുറിച്ച് ചിന്തയുള്ള, ഖുർആൻ ക്ലാസ്സിന് പോകുന്ന സ്ത്രീകളിൽ വരെ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തെറ്റ് ചെയ്യാതിരിക്കുക എന്നതല്ല, തെറ്റിലേക്കുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. തെറ്റിലേക്കുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. നമുക്കറിയാം, നമുക്ക് മനസ്സിന് വല്ലാതെ ടെൻഡൻസി ഉണ്ടാക്കുന്ന ചില സംഗതികൾ നമ്മൾ അങ്ങോട്ട് വേണ്ടാന്ന് നോക്കേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. പലപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന വഴിവിട്ട ബന്ധങ്ങളുടെ ഒന്നാമത്തെ വഴി ഏതാണെന്നറിയോ? പൂർവകാമുകന്മാരുമായുള്ള പുനഃസമാഗമമാണ്. ശരിക്കും ശ്രദ്ധിക്കണം. അതിന്റെ ഏറ്റവും നല്ല വഴിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ. എത്ര കേസുകൾ എന്നറിയോ? എത്ര കുടുംബങ്ങളാണ് ഈ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയില്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50 വയസ്സുള്ള, 50 വയസ്സിന് മേലെയുള്ള ഒരു വല്യമ്മയാണ് ഒളിച്ചോടി പോയത്. വിശ്വസിക്കുക പറഞ്ഞാൽ, കാരണം പിശാചിന്റെ ഇടപെടൽ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഇതെന്താണ് സംഭവം? ഈ പറയുന്ന പഴയ കാലത്ത് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ അന്നൊക്കെ ഈ മരം ചുറ്റി പ്രേമാണല്ലോ. അതൊക്കെ ഉള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. അത് മുഴുമിപ്പിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ കുറെ കാലം കഴിഞ്ഞ് തമ്മിൽ കാണുമ്പോ നിങ്ങളിൽ 3ാമതായി ശൈത്താൻ കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്? ഒരു സംശയം വേണ്ട. നിങ്ങൾ പറയുന്ന, അയാൾ പറയുന്ന ഓരോ വർത്തമാനങ്ങളും നിങ്ങൾക്ക് വല്ലാത്ത ആകർഷകമായി തോന്നും, നിങ്ങളെ വല്ലാതെ പിടിച്ചു വലിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മറക്കും, അള്ളാഹുവിനെ മറക്കും, പരലോകം മറക്കും, എല്ലാ ചിന്തകളും മാറ്റിവെക്കും. എന്നിട്ട് ഇത് മാത്രമായി മാറും. നമുക്കൊന്നും ഓവർ കോൺഫിഡൻസ് വേണ്ട, എനിക്കങ്ങനെ ഒന്നും എന്തായാലും സംഭവിക്കൂല, അത് വേണ്ട. അങ്ങനെയുള്ള ഓവർ കോൺഫിഡൻസ് ഉള്ള ആളുകൾ തന്നെയാണ് വഴിതെറ്റി പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരിക്കൽ നമ്മൾ വഴിവിട്ട ബന്ധവുമായി, ഒരിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകളുമായി സംസാരിക്കാനോ കാണാനോ ഇടപഴകാനോ ഉള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ് ശൈത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നിങ്ങൾ ഒരുക്കേണ്ട ഒന്നാമത്തെ വഴി. അവരുമായി ഒരു ബന്ധവും വേണ്ട, അവരുമായി സംസാരിക്കണ്ട. ഇനി അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അതിന് ഇനി എനിക്ക് മെസ്സേജ് അയക്കരുത് എന്ന് പോലും നിങ്ങൾ തിരിച്ചയക്കണ്ട. ഇനി എനിക്ക് നീ ഒരു മെസ്സേജ് അയക്കാൻ പാടില്ല, ഇനി ഞാനുമായൊരു വേണ്ട. അതും ശൈത്താനിയത്താണ്, അതും ഒരു ചൂണ്ടയാണ്. അതിനെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയണം. 1, 2, 10, 100, 1000, 10,000 തവണ നിങ്ങൾക്ക് ആ മെസ്സേജുകൾ വന്നാലും അതിനെ അവഗണിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. എപ്പോ? ഓള് വേണമെന്ന് വെച്ചാൽ, ഒരു പെണ്ണ് വേണമെന്ന് വെച്ചാൽ 10,000 തവണ ഒരു പൂവാലൻ ശല്യപ്പെടുത്തിയാലും അവനോട് നോ പറയാനുള്ള കെൽപ്പ് സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങൾ ആരോടും പറയേണ്ടതില്ല, ആരോടും ഷെയർ ചെയ്യേണ്ടതില്ല. കാരണം അല്ലാഹു മറച്ചു വെച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ആളുമായി ഒരു തരത്തിലുള്ള ഇടപെടലും ജീവിതത്തിൽ ഇല്ലാതാക്കുക എന്നതാണ്. ഒന്നാമതായി ഉണ്ടാകുന്ന വഴിയതാണ്. പൂർവകാമുകന്മാരുമായി പുനഃസമാഗമനത്തിൽ അവസരം ഉണ്ടാകുമ്പോൾ പല സ്ത്രീകളും വഴിതെറ്റി പോകാറുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു മടുപ്പാണ്. 10, 20, 25 അല്ലെങ്കിൽ 15 കൊല്ലം വിവാഹം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇണയോട്, നമ്മുടെ ജീവിതത്തോട് യാന്ത്രികമായി രാവിലെയാകുന്നു, നാസ്ത ഉണ്ടാക്കുന്നു, ചോറുണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, വീണ്ടും ഇതന്നെ നടക്കുന്നു. ഇങ്ങനെ യാന്ത്രികമായ ഒരു ജീവിതത്തോട് സ്വാഭാവികമായി നമുക്കൊരു മടുപ്പുണ്ടാവും. നമ്മുടെ ഇണയോട് നമുക്കൊരു മടുപ്പ് വരും, ഭർത്താവിനോട്, ജീവിതത്തോട്. ആ മടുപ്പിൽ നിന്ന് ഒരു മോചനമെന്നോണം ശൈത്താൻ നമ്മുടെ മുന്നിലേക്ക് പല ചൂണ്ടകളും കൊണ്ടുവരും, പലതരത്തിലുള്ള വഴികേടുകളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമത്താവേണ്ടത്.
യഥാർത്ഥത്തിൽ മുഅ്മിനത്താവേണ്ടത് ഈ പറയുന്ന വഴികേടിലേക്ക് പോകാതെ നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിൽ എല്ലാം മടുപ്പുള്ളതാണ്. ദുനിയാവിൽ മടുപ്പില്ലാത്ത ഒരു സംഗതിയില്ല. ദുനിയാവിൽ മരണം വരെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പടച്ചോനായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ഭർത്താവായിട്ടുള്ള ബന്ധം നമുക്ക് മടുക്കും, നമ്മുടെ ഉമ്മയും ഉപ്പയും ആയിട്ടുള്ള ബന്ധം നമുക്ക് മടുക്കും. ഞാൻ വെറുതെ അബദ്ധത്തിൽ പറഞ്ഞു പോലല്ല, മടുക്കും. നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം നമുക്ക് മടുക്കും, നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം നമുക്ക് മടുക്കും. കാരണം ഇവരൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് പറ്റാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല പെരുമാറ്റങ്ങളും ഇവരിൽ നിന്നെല്ലാം ഉണ്ടാകും. എന്നാൽ നമുക്കൊരിക്കലും മടുക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അത് അള്ളാഹുമായുള്ള ബന്ധമാണ്, പടച്ച റബ്ബുമായുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ അടിയുറച്ചു നിൽക്കുക. ഒന്നും അടുത്തു വിചാരിച്ച് അടുത്തതിലേക്ക് പോയാൽ വലിയ ഖേദങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും വലിയ നഷ്ടങ്ങളും വലിയ അപമാനങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ എങ്ങനെയെങ്കിലും സമ്പാദിക്കാന്ന് പറയാം. ആരോഗ്യം നഷ്ടപ്പെട്ടാലും ഒരു പരിധിവരെ നമുക്കത് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു സാധനം എന്താ നിങ്ങൾക്ക്? എന്താണ്? മനുഷ്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അന്തസ്സാണ്, അഭിമാനാണ്. ഓള് നല്ലൊരു പെണ്ണാണ്, നേർക്കുനേരെ നടക്കുന്ന ഒരു പെണ്ണാണ് എന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ, ആളുകളുടെ ഉള്ള ചിന്ത, അതൊരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് പൂർണ്ണമായും വീണ്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇണയോടുള്ള മടുപ്പുകളായാലും ജീവിതത്തിലോടുള്ള മടുപ്പുകളായാലും ആ മടുപ്പുകളെ പരലോകം കൊണ്ട് ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ ദുനിയാവ് ഇത്രയേ ഉള്ളൂ, ഈ ദുനിയാവിൽ എന്ത് കിട്ടിയാലും ഇത്രയേ ഉള്ളൂ. എനിക്ക് യഥാർത്ഥ ജീവിതം കിടക്കുന്നത് ആഖിറത്തിലാണ്, പരലോകത്തിലാണ്. സ്വർഗത്തിലെ എനിക്ക് മടുപ്പില്ലാത്തൊരു ജീവിതം കിട്ടുള്ളൂ എന്ന ചിന്തയിലാവണം പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്ത് വിഷയത്തിൽ ഈ തുടക്കത്തിൽ, എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതപ്പെട്ടല്ലോ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവമാണ്. ഇവിടെ എന്ത് ലഭിച്ചാലും നമുക്ക് എന്തുണ്ടാവും? കുറെ കഴിയുമ്പോൾ നമുക്കത് മടുക്കും. ആ മടുപ്പിന് നാം പരിഹാരം കാണേണ്ടത് എങ്ങനെയല്ല? ഹറാമുകളിൽ അവലംബം തേടിയിട്ടല്ല, ഹറാമുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. മൂന്നാമതായി, വഴിവിട്ട ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത്, ഈ വഴി കൃത്യമായി ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ചില കൈത്താങ്ങുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആകെ തകർന്ന് തരിപ്പണായി പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉമ്മ മനസ്സിലാക്കുന്നില്ല, സഹോദരൻ മനസ്സിലാക്കുന്നില്ല, ഉപ്പ മനസ്സിലാക്കുന്നില്ല, കെട്ടിയോ മനസ്സിലാക്കുന്നില്ല, മക്കള് മനസ്സിലാക്കുന്നില്ല. എന്റെ ദുഃഖം ഇവിടെ ആർക്കും പറഞ്ഞിട്ട് തീരുന്നില്ലല്ലോ റബ്ബേ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ലല്ലോ റബ്ബേ എന്ന് നാം ഉള്ളുകൊണ്ട് പരിതപിക്കുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോഴാണ് നമ്മെ കേൾക്കാൻ തയ്യാറാകുന്ന, നമുക്ക് സമാധാനം നൽകാൻ തയ്യാറാകുന്ന, നമ്മുടെ വേദനകൾ കൃത്യമായി തിരിച്ചറിയാൻ തയ്യാറാകുന്ന ചില തെറ്റിലേക്കുള്ള വഴികളെ പിശാച് മുന്നിലിട്ട് തരിക. അവിടെയാണ് പല സ്ത്രീകൾക്കും പിഴച്ചു പോകുന്നത്. പല സ്ത്രീകൾക്കും മുഹ്സനാത്തുകളായ കൃത്യമായ ദീനിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമെല്ലാമുള്ള അവബോധമുള്ള മുഹ്സനാത്തുകളായ സദ്വൃത്തരായ ചാരിത്രബോധമുള്ള സ്ത്രീകളടക്കം തെറ്റിപ്പോകുന്നത് ഈ ഒരു അവസരത്തിലാണ്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഇപ്പോ എന്റെ ഒക്കെ ഫോണിലേക്ക് ചില സ്ത്രീകൾ പരാതിയും പരിഭവവും പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. പലപ്പോഴും ഈ മെസ്സേജ് എന്താവും, പിന്നെ എന്തായിരിക്കും, എനിക്ക് ജീവിതത്തിൽ ഇന്ന തെറ്റ് സംഭവിച്ചു പോയി, ഇന്ന കുറ്റങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, എന്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് പരിഗണന കിട്ടുന്നില്ല, പിന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര പീഡനാണ്, പ്രയാസാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മെസ്സേജ് അയക്കപ്പെടുന്ന ആളുകളും ഇതിങ്ങനെ കാണുമ്പോൾ സമാധാനിപ്പിക്കും, സമാശ്വസിപ്പിക്കും. പക്ഷേ ഇത് അപകടമാണ്. കാരണം ഈ സമാധാനത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾ അധികം വൈകാതെ തെറ്റിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആണുങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണ്ട, ഡിപ്പെൻഡ് ചെയ്യണ്ട. അയാൾ എത്ര നല്ല ആളാണെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ മുത്തഖിയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളിൽ നന്നായി സംസാരിക്കാൻ അറിയുന്ന, നന്നായി സമാധാനിപ്പിക്കാൻ അറിയുന്ന, നല്ല വാക്കുകൾ കൊണ്ട് സാന്ത്വനം ചൊരിയാൻ കഴിയുന്ന
സ്ത്രീകളെമ്പാടുണ്ടല്ലോ. അവരുമായി സംസാരിക്കുക, അവരുമായി വിഷമങ്ങൾ പങ്കിടുക. അവരുടെ സമാധാനമായി തോന്നുന്നില്ല, അയാളുടെ സമാധാനം മാത്രമേ സമാധാനമായിട്ട് തോന്നുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ സമാധാനം പിശാച് ഉണ്ടാക്കി തരുന്ന സമാധാനമാണ്, ആ ശാന്തി ശൈത്താൻ ഉണ്ടാക്കി തരുന്ന ശാന്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് മതബോധം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ശൈത്താൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കെണികളും കുഴികളും വലകളെ കുറിച്ചുമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത്. കൃത്യമായി അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ചില റോളുകൾ ഉണ്ട്. ഇവിടെ ചില സംഗതികൾ ചെയ്തു തീർക്കാനാണ് പടച്ചോൻ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട 3 റോളുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഉമ്മ എന്ന റോള്, വലിയ റോളാണത്, ചെറുതൊന്നല്ല. രണ്ടാമത്തേത് ഭാര്യ, മൂന്നാമത്തേത് മകൾ, ഒരു റോളും കൂടിയുണ്ട് പെങ്ങൾ. പക്ഷെ അതിന് അത്രമാത്രം വലിയ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കടമകളും കടപ്പാടുകളും അവകാശങ്ങളും എല്ലാം എമ്പാടും സംസാരിച്ചു വെച്ചിട്ടുള്ളത് ഈ 3 രംഗങ്ങളിലാണ്. ഇവിടെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് നൽകിയ റോൾ ഏതാണ്? ഉമ്മ അല്ലേ? അല്ല, ആദ്യമായി മനുഷ്യവംശത്തിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് നൽകിയ റോൾ ഏതാണ്? ഭാര്യയാണ് അല്ലെ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാണ് ഹവ്വാ ബീവി. ആദ്യമായിട്ട് ഭാര്യയാണ് ഉണ്ടാവുന്നത്, ഭാര്യ ഭർത്തൃ ബന്ധമാണ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. കാരണം ഈ ഭാര്യയാണ് പിന്നീട് ഉമ്മയായി മാറുന്നത്. ഭാര്യ നന്നായെങ്കിൽ നല്ല ഉമ്മയായിരിക്കും, ഭാര്യ കെട്ടതാണെങ്കിൽ ആ ഭാര്യ തന്നെയാണല്ലോ പിന്നീട് ഉമ്മയാവേണ്ടത്. അപ്പം ആ ഭാര്യ എങ്ങനെ ആവണമെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മഹദി ഹാജറ ബീവിയുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടതിൽ ഈ 14 ഖദീജ റളിയല്ലാഹുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മക്ക വിജയം ഉണ്ടാവുന്നത്. മക്ക വിജയം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വല്ലാതെ മ്ലാനമായി, വല്ലാത്ത സങ്കടത്തിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ തുടങ്ങിയപ്പോ സഹാബത്തൊക്കെ റസൂലിന്റെ അടുത്ത് പോയി ചോദിച്ചു, റസൂലെ അങ്ങ് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇതാ ബിലാൽ ബാങ്ക് വിളിക്കുന്നു, കാബന്റെ ചുറ്റുമുള്ള വിഗ്രഹങ്ങളെല്ലാം തച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിന്റെ അലയൊലികൾ ഈ മക്കയുടെ മണലാരണ്യങ്ങളെ പോലും കോരിത്തരിപ്പിക്കുമ്പോ അങ്ങ് എങ്ങോട്ടാണ് ഈ വിഷാദ ഭാവത്തോടുകൂടി നടന്നു പോകുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? എന്റെ ഖദീജ എത്ര കൊല്ലം കഴിഞ്ഞ് മരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ആ ഖദീജയുടെ ഖബറിന്റെ അടുത്തേക്ക്, അതായത് ബഖീഉൽ മുഅല്ലയിലേക്ക് വിഷാദനായി സങ്കടപ്പെടുന്ന മുഖത്തോടുകൂടി നടന്നു നീങ്ങുന്ന ആ ഭർത്താവിന്റെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുള്ള മനോവ്യവഹാരങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹം എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? പടച്ചോനെ, ഇത്രയും വലിയ വിജയങ്ങൾ ഞാൻ നേടിയെടുക്കുമ്പോ, ഇത്രയും വലിയ ദിഗ്വിജയത്തിന് എന്റെ ഉമ്മത്ത് സാക്ഷ്യം വഹിക്കുമ്പോ, ഈ പരിശുദ്ധമായ കഅബ ശരീഫുകളും തൗഹീദിന്റെ കീഴിലേക്ക് വരുമ്പോ, ഒന്നാമത്തെ നാളിൽ എന്നെ ആരും പരിഗണിക്കാനില്ലാതിരുന്നപ്പോ എന്റെ കൈപിടിച്ച സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് എല്ലാ തരത്തിലുള്ള സാന്ത്വനവും സപ്പോർട്ടും നൽകിയ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂടെയില്ലല്ലോ എന്ന ചിന്തയായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ വേദനിപ്പിച്ചത്. പ്രവാചകന്റെ വീടുകൾ കണ്ടിട്ടില്ലേ? മക്കത്ത് സഫാ മർവയുടെ ആ ഭാഗത്ത് ഒരുപാട് ദൂരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കിടക്കുന്നത്. ആ വീട്ടിൽ ഖദീജ റളിയല്ലാഹുവിന്റെ വീട് ഏകദേശം മർവയുടെ ഭാഗത്താണ് വരുന്നത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോകുന്നത്? ജബലുൻ നൂറിലേക്ക് പോകുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? എനിക്ക് തോന്നുന്നു 4-5 കിലോമീറ്ററിന് മേലുണ്ട് അല്ലെ? അവിടെ എല്ലാ പ്രാവശ്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ നമ്മളൊക്കെ, എന്റെ അറിവിൽ സാധാരണ ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ എന്റെ കൂട്ടുകാരെ കൂടെ കൂട്ടിയാൽ ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ ഭാര്യമാരെ വിളിക്കാൻ തുടങ്ങും. ചങ്ങായിന്റെ ഒപ്പം പോയിട്ടുണ്ടാവും അല്ലെ? ആയിക്കോട്ടെ, ഇനി വരണമെന്നില്ല, നീ നേരം വെളുത്തല്ലേ കാണുള്ളൂ അല്ലെ? എനിക്ക് എന്നെ പോലുള്ള പ്രബോധകന്മാർക്കൊക്കെ ഉണ്ടാവും. പിന്നെ എന്റെ പല കൂട്ടുകാരുടെയും 2ാം ഭാര്യ എന്ന പേര് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് അധിക സമയം പുറത്ത് ചെലവഴിക്കുന്നത് ഭാര്യമാർക്ക് ഇഷ്ടമല്ല. ഒരു സാധാരണ വരുന്ന സമയത്ത് നിന്ന് കുറച്ചധികം വൈകിപ്പോയാൽ എനിക്ക് തോന്നുന്ന ഒരു 70%-80% ഭാര്യമാരും ആ ഒരു വിഷയത്തിൽ ദേഷ്യപ്പെടും. അത് സംഘടനന്റെ വിഷയത്തിലായാലും ദീനീ പ്രവർത്തനത്തിന്റെ വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും എന്തുണ്ടാവും? ആ ഒരു ദേഷ്യവും ഇടങ്ങേറൊക്കെ ഉണ്ടാവും. ഖദീജയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഖദീജ എങ്ങോട്ടാണ് പ്രവാചകൻ പോകുന്നത്? ഒരു മലന്റെ മണ്ടയിലേക്കാണ് കയറി പോകുന്നത്.
ഒരു മലന്റെ മുകളിലേക്കാണ്. ഒറ്റ വട്ടം പോലും അവര് ചോദിച്ചില്ല, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് ഈ കയറിപ്പോന്ന് ചോദിച്ചോ ഖദീജ റളിയല്ലാഹു അൻഹ? ഇല്ല. അവർക്കറിയാം എന്താണ് പ്രവാചകന്റെ വികാരം, ആ മനസ്സിന്റെ തേട്ടം എന്താണെന്ന് ഖദീജക്കറിയാം. കാരണം കഅബാലയത്തിന് ചുറ്റുമുള്ള വിഗ്രഹാരാധനകൾ, അതിന്റെ ചുറ്റിലും നടക്കുന്ന വൃത്തികേടുകൾ, അതിന്റെ ചുറ്റിലും നടക്കുന്ന അധാർമികതകൾ, ഇതൊന്നും മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്ന കൃത്യമായ ബോധം ഖദീജക്കുണ്ട്. അതുകൊണ്ട് ഏകാന്തതയിലേക്കാണ് തന്റെ പ്രിയപ്പെട്ടൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഖദീജ അവിടേക്ക് ഭക്ഷണവുമായി കടന്നു ചെന്നു. പല ദിവസങ്ങളിലും എത്ര കയറണം? ജബലുന്നൂർ കയറി ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടോ? ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എന്റെ താഴെ നിന്ന് മേലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം മതിയായിരുന്നു. അതുകൊണ്ട് കയറാൻ പോയിട്ടില്ല. പക്ഷെ കയറി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അല്ലെ? കയറിയ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കയറി കഴിഞ്ഞാൽ ആകെ അവശരാകും. വെയിലത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇത്രയും വലിയ മല കയറിയിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തത്? ആ ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടിട്ട് പനിച്ച് പേടിച്ച് വിറച്ചു വരുന്നത്. നമ്മുടെ ഭർത്താക്കന്മാരാണ് ഇതിന്റെ പകരം ഇങ്ങനെ ഇറങ്ങി വന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം. ഞാൻ എത്രോട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വേണ്ട വേണ്ട എന്നല്ലേ നമ്മൾ അങ്ങനെയാണ് പ്രതികരിക്കുക. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം എന്തായിരുന്നു? ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർ പ്രവാചകന്റെ തലയിൽ കൈവെക്കാണ്. എന്നിട്ട് റസൂലിനോട് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ എന്തിനാണ് വെറുതെ ആ മലന്റെ മണ്ടക്ക് വലിഞ്ഞു കയറിയത് എന്നല്ല, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോണത് എന്നല്ല, മറിച്ച് അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്നാണ്. അങ്ങയെ അല്ലാഹു ഒരിക്കലും കൈവിടൂല. കാരണം അങ്ങയ്ക്ക് ഇന്നിന്ന ഗുണങ്ങളുണ്ട് എന്ന് എണ്ണി പറയാൻ ഞാൻ വെല്ലുവിളിക്കാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്ക് തന്റെ ഭർത്താവിന്റെ ഒരു 10 ഗുണം എണ്ണി പറയാൻ പറ്റുമോ? നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഗുണമില്ലാത്തോണ്ടല്ല, നിങ്ങളത് കാണാത്തോണ്ടാണ്, നിങ്ങളത് എണ്ണാൻ തയ്യാറാത്തോണ്ടാണ്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂലിന്റെ ഗുണങ്ങൾ എണ്ണി പറയാൻ കഴിഞ്ഞ റസൂലാണ്, അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷേ ഖദീജക്ക് വേണമെങ്കിൽ പ്രവാചകനെ ഇങ്ങനെ ഈ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ വേണമെങ്കിൽ പറഞ്ഞുകൂടെ, കുടുംബത്തിൽ ഇപ്പൊ നിൽക്കുകയും ചെയ്യില്ല, മലന്റെ മണ്ടക്ക് വലിയ കയറിയിട്ട് ആ ഗുഹന്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇതാ പനിയും പിടിച്ച് വന്ന് കിടന്ന് വേണമെങ്കിൽ പറയാലോ. നമ്മുടെ ഒരു പരിപ്രേക്ഷത്തിൽ നമ്മൾ ആലോചിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചിന്ത ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു, മൊത്തം മാറ്റായിരുന്നു. എന്നിട്ടും പ്രവാചകന്റെ ആ ഒരു പനിയും ബേജാറും മാറാത്തത് കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? കൂട്ടിയിട്ട് പോയി വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തന്റെ ഭർത്താവിനെ, അന്ന് ഖദീജ ബീവിക്ക് എത്ര വയസ്സ്? 65. എത്ര? 65. 50-52 വയസ്സായാൽ ഉമ്മമാര് പറയും കൊല്ലം കുറയായി ചെങ്ങായിക്ക് ചായ വെച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇന്നോ ഇതന്നെ പണി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെയാണല്ല. ഈ 65-ാമത്തെ വയസ്സിലും തന്റെ ഭർത്താവിനൊരു പ്രയാസം ഉണ്ടായപ്പോ കൂട്ടിയിട്ട് നടന്നു പോവാൻ. എന്നിട്ട് അതിന്റെ പരിഹാരം തേടാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവന് പറ്റിയത്? അന്നൊക്കെ എന്തിനാണ് ഇവർക്ക് റൊമാൻസ് കൂടിയിട്ടാണോ? അല്ലല്ലോ. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് 65 വയസ്സാറ് അതിന്റെ അതൊക്കെ ഫെയ്ഡായി, അതൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങി. റസൂൽ നല്ല ആരോഗ്യവാനാണെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹ വാർദ്ധക്യത്തോടടുത്തു. എന്നിട്ടും ഖദീജയോടുള്ള സ്നേഹത്തിന് റസൂലിന് യാതൊരു കുറവുമില്ല. കാരണം ഖദീജയുടെയോ നബിയുടെയോ മനസ്സിൽ ഈ പറയുന്ന ഭൗതികമായ ശാരീരികമായ ചില വിഷയങ്ങളല്ല അവരെ തമ്മിൽ അടുപ്പിച്ച് നിർത്തിയത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വറഖത്ത് ഇബ്നു നൗഫൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങളുടെ അടുത്ത് വന്നത് ആരാണ്? നാമൂസാണ്. ഇനി നിങ്ങൾക്ക് വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുണ്ട്. മൂസാ നബിയൊക്കെ അനുഭവിച്ച അതേ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ സമയത്ത് ഞാൻ ഈ നാട്ടിലുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും ട്ടോ എന്ന് പറഞ്ഞ വറഖത്ത് ഇബ്നു നൗഫലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹമുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കേ. കാരണം അത്രത്തോളം സ്ഥാനമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. പ്രവാചകൻ ദാവത്ത് തുടങ്ങിയ നാട് തൊട്ട് അൽ അമീൻ എന്ന പേരും നഷ്ടമായി, സ്വീകാര്യതയും നഷ്ടമായി, ആളുകളുടെ സ്നേഹവും എല്ലാം നഷ്ടമായി. പകരം മജ്നൂനെന്നും സാഹിറെന്നും മസ്ഹൂറെന്നും ഖദ്ദാബെന്നും ഇങ്ങനെ തുടങ്ങി പല പേരുകളാൽ പ്രവാചകനെ വിളിച്ചു. പ്രവാചകനെ ബഹിഷ്കരിച്ചു, എംബാർഗോ ചെയ്തു. ആ സമയത്തെല്ലാം ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന ധനാഢ്യയായ കച്ചവടക്കാരി തന്റെ സമ്പത്ത് മുഴുവൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആദർശ പ്രബോധനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇതാണ് ഒരു പെണ്ണിന്റെ ആദർശ ധീരത. ഇതാണ് ആലോചിക്കുക നിങ്ങൾ. നമ്മളൊക്കെ ഇന്ന്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറയണ്ടല്ലോ. അതിന് നമ്മൾ ഒരു പെണ്ണിനോട് കടപ്പെട്ടിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നുബുവത്തിന്റെ ഒന്നാമത്തെ നാളുകളിൽ തന്റെ പ്രിയപ്പെട്ടവൻ തകർന്നു പോകാൻ സമ്മതിക്കാതെ, തളർന്നു പോകാൻ സമ്മതിക്കാതെ, പതറിപ്പോകാൻ സമ്മതിക്കാതെ തന്റെ നാവുകൾ കൊണ്ട്, തന്റെ വാക്കുകൾ കൊണ്ട് ഭർത്താവിന് ധൈര്യം പകരുകയും സ്ഥൈര്യം പകരുകയും എന്നിട്ട് ആ ഭർത്താവിന് സാധ്യമായ സ്വാന്തന രംഗങ്ങളിലേക്കെല്ലാം കൈപിടിച്ചു കൊണ്ടുപോകുകയും എന്നിട്ട് മുശ്രിക്കുകളും ശത്രുക്കളും ആക്രമിച്ചപ്പോ തന്റെ സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്ത ഒരു പെണ്ണിനോട് 200 കോടിയിലധികം ലോകത്തുള്ള മുസ്ലിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഭാര്യ, ഇസ്ലാം പഠിപ്പിച്ച ഭാര്യ. ഇങ്ങനെയാവണം ഭാര്യ. മഹദി ഹാജറ റളിയല്ലാഹു അൻഹ നിങ്ങൾ കണ്ടിട്ടില്ലേ? സഫയുടെയും മറുവയുടെയും ഇടയിൽ ആ പച്ച ലൈറ്റ് കത്തുമ്പോ, ജിദ്ദയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുണ്ടാവും, ആണുങ്ങളൊക്കെ ഓടുന്നത് കണ്ടിട്ടില്ലേ? സ്ത്രീകളൊക്കെ സമാധാനത്തിൽ നടക്കാൻ പറയാറെന്താണ്? സാധാരണ ഉസ്താദുമാരൊക്കെ പറയാറുള്ളത്, ഹദീസിന്റെ അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ഹാജറ ബീവി ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഹാജറ എന്ന ഉമ്മയേക്കാൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാജറ എന്ന ഭാര്യയെ കുറിച്ചാണ്. അതൊരു വല്ലാത്ത ഭാര്യയായിരുന്നു പ്രിയപ്പെട്ടവരെ. എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോണത്? എവിടേക്കാണ്? ഇന്ന് മക്കത്ത് പോയി കഴിഞ്ഞാൽ, ഹറമിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു മൂളക്കം കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്നുള്ളൊരു മൂളക്കം കേട്ടിട്ടില്ലേ? എന്താണ്? ബിൽഡിങ്ങുകളുടെ അവിടുത്തെ എക്സോസിന്റെ അതുപോലെ തന്നെ AC യുടെ ഒക്കെ ഒച്ചയാണ്. കോൺക്രീറ്റ് കാടാണ് ഇന്ന് മക്ക എന്ന് പറഞ്ഞാൽ. അവിടെ കിട്ടാത്ത വിഭവങ്ങളില്ല, കിട്ടാത്ത പാനീയങ്ങളില്ല, കാണാത്ത നാട്ടുകാരില്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും പലതരത്തിലുള്ള രാജ്യക്കാരും ഭാഷക്കാരും വർണ്ണക്കാരും വന്നു കുഞ്ഞുകൂടുന്ന ഒരു മക്കയായിരുന്നില്ല അന്ന്. ഹാജറ എന്ന ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് ഒക്കത്തൊരു കൈക്കുഞ്ഞിനെയും ഇരുത്തി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ കുന്നും മലയും കയറിക്കൊണ്ടുവരുമ്പോ അന്നത്തെ മക്കയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. അന്ന് ആ മക്കയിലേക്ക് വന്നിട്ട് അല്ല പറഞ്ഞ ഇന്ന സ്ഥലത്ത് നിർത്തണമെന്ന് പടച്ചോൻ പറഞ്ഞു കൊടുത്ത സ്ഥലമുണ്ടല്ലോ, അവിടെ നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോവാണ്. എങ്ങനെയാ തിരിച്ചു പോണത്? ഒരു വാക്കുപോലും ഉരിയാടാതെ, ഒരു വാക്കുപോലും പറയാതെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോകുന്നത്. നമ്മളൊക്കെ ടൂറിനെങ്ങാനും പോയിട്ട് റൂം എടുത്ത് ഭക്ഷണം വാങ്ങാൻ പോയി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഭർത്താവ് ഒന്ന് ലേറ്റായി പോയാൽ നെഞ്ചിടിപ്പ് തുടങ്ങി. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലീശ വർത്താനുണ്ട്. എന്താണ്? നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെ, ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ എന്താ ജീവിതത്തിൽ ഒന്നും ചെയ്തെന്ന് ഒരു സാധാരണഗതിയിലുള്ള ഒരു വർത്താനാണ് അല്ലെ? നമ്മൾ പതറിപ്പോവും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. അല്ലാഹു നമ്മൾ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. പക്ഷേ ആ സൃഷ്ടിപ്പിനപ്പുറത്തേക്ക്, ആ ഫിത്രത്തിനപ്പുറത്തേക്ക്, ആ പ്രകൃതത്തിനപ്പുറത്തേക്ക് വളരാൻ സാധിച്ചു എന്നുള്ളതാണ് ഹാജറ ബീവിക്ക്. ഹാജറ ബീവി ചോദിച്ചിട്ടൊന്നും ഇബ്രാഹിം നബി മറുപടി പറയുന്നില്ല. കുറെ വിളിച്ചു, എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? ഇവിടെ ഞങ്ങൾ ഒറ്റക്കിട്ടിട്ട് എവിടേക്കാണ് അങ്ങ് തിരിച്ചു പോകുന്നത്? ചോദ്യത്തിനൊന്നും മറുപടിയില്ല. അവസാനം മറുപടി തന്റെ ഭർത്താവ് നൽകുമെന്ന് ഉറപ്പുള്ളൊരു ചോദ്യം അവനായില്ല. അവസാനത്തെ അമ്പ് അതാരെങ്കിലും ബാക്കിയുണ്ടായിരുന്നു? ഹാജറ ബീവിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. ഹാജറ ബീവി അതെടുത്തിട്ടു. ആ ചോദ്യം ചോദിച്ചു, അല്ലാഹു അംറക ബിഹാദാ യാ ഇബ്രാഹിം, ഇബ്രാഹിം അങ്ങയുടെ റബ്ബ് കൽപ്പിച്ചതാണോ ഇത്? അള്ളാഹു കൽപ്പിച്ചതാണോ ഇത് എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റ മറുപടി മാത്രം പറഞ്ഞു, നഅം, അതെ. അതിന് ഹാജറ ബീവിയുടെ മറുപടി എന്തായിരുന്നു? എന്നാൽ നിങ്ങളൊരു ആവശ്യം ഉടനെ ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. അള്ളാഹു ആണ് ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ അങ്ങയോട് കൽപ്പിച്ചതെങ്കിൽ അവൻ ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് മാറിടങ്ങളിൽ പാലുപറ്റി കാലിട്ടടിച്ച് കരയുന്ന തന്റെ പൈതലിന് ഒരു തുള്ളി പാല് കൊടുക്കാനില്ലാതെ തൊണ്ട വരണ്ട്, ചുണ്ട് വരണ്ടു പൊട്ടി ബോധക്ഷയം സംഭവിക്കുമെന്ന അവസ്ഥയിൽ ഓടിയ വെപ്രാളം പിടിച്ച ഓട്ടാണ് സൊഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സൊഫയിലേക്കുമുള്ള ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഓട്ടം. ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അള്ളാഹുവിന്റെ എന്തെന്നില്ലാത്ത ഇടപെടൽ ഉണ്ടാവുന്നത്. അതിനുശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തേക്ക് വരുമ്പോ ഹാജറ ബീവി പരാതി പറഞ്ഞിട്ടാണോ ഇബ്രാഹിം നബിയെ സ്വീകരിച്ചത്? ആണോ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഹാജറ ബീവിയോട് പറഞ്ഞില്ല. പക്ഷെ പിതാവ് പറഞ്ഞപ്പോ രണ്ടാമതൊന്നും ചോദിക്കാതെ ആ മകനെ ഒരുക്കി പിതാവിന്റെ കൂടെ പറഞ്ഞയച്ചു ഹാജറ റളിയല്ലാഹു അൻഹ. അതാണൊരു ഭാര്യ. അങ്ങനെ ഒരു ഭാര്യയായി മാറാൻ നമുക്ക് സാധിച്ചാൽ അതിന്റെ ഫലം എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഇസ്മായിലിനെ പോലെയുള്ള മക്കൾ ഉണ്ടാകുമെന്നതാണ്.
ഇസ്മായിൽ അലൈഹിസ്സലാത്തു ഖുർആനിൽ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. 2 തരം കുട്ടികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കുട്ടി ഏതാണെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ്. നൂഹ് നബി വെള്ളപ്പൊക്കത്തിൽ മകനിങ്ങനെ മുങ്ങിത്താഴുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. എന്താ പറഞ്ഞത്? യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. പൊന്നുമോനെ, നീ ഞങ്ങളോടൊപ്പം വന്ന് കയറി കപ്പലിലേക്ക് വന്ന് കയറുമോനെ. വലാ തകും മഅൽ കാഫിരീൻ, നീ നിഷേധികളിൽ പെട്ടുപോകരുതേ, നീ കാഫിരീങ്ങളിൽ പെട്ടുപോകരുതേ. ആ മകന്റെ മറുപടി എന്താണ്? ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. എനിക്ക് നിങ്ങളെ കപ്പലൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ സംരക്ഷണവും വേണ്ട. ഞാൻ ഉയർന്നു നിൽക്കുന്ന മലകളിൽ അഭയം പ്രാപിക്കാൻ പോകുകയാണ്. അത്രത്തോളം ഉപ്പ നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞാൻ വരില്ല. അതിന്റെ കാരണം എന്താണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ തർബിയത്താണത്. നൂഹ് നബിയുടെ ഭാര്യ ആരാണ്? കാഫിറാണ്, നിഷേധിയാണ്, അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ തർബിയത്താണ് ഈ മകൻ കാണിച്ചത്. മരിക്കാൻ പോകുന്ന സമയത്ത് പോലും മർക്കടപുഷ്ടി കാണിക്കുന്ന, ഷാഠ്യം കാണിക്കുന്ന, ധിക്കാരം കാണിക്കുന്ന, ജീവിതത്തിലേക്കും ആദർശത്തിലേക്കും ക്ഷണിക്കുന്ന പിതാവിന്റെ മുന്നിൽ അഹങ്കാരം വിളമ്പുന്ന ഒരു മകൻ യഥാർത്ഥത്തിൽ ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ തർബിയത്താണ്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് ചോദിക്കാണ്. എന്താണ് ചോദിക്കുന്നത്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക് ഫൻദുർ മാദാ തറാ. പൊന്നുമോനെ, നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കാണാൻ കഴിയുമെന്നാണ്. ആ മറുപടിയുടെ ഊക്ക് നോക്ക് നിങ്ങൾ, ആ മറുപടിയുടെ ഒരു ഊർജ്ജം നോക്ക് നിങ്ങൾ. എന്നിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് വെച്ച 2-3 ഉപാധികളുണ്ട്. എന്തെന്നറിയോ? അറക്കാൻ വേണ്ടി പോവാണ്. മിനയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ മദ്ബഹ് ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു. അവിടെ വെച്ച് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അറക്കാൻ ഒരുങ്ങിയപ്പോ ഇസ്മായിൽ നബി തന്റെ കുപ്പായം ഊരിയിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ രക്തം പുരളരുത്, കാരണം എന്റെ ഉമ്മാക്ക് അത് കണ്ടാൽ ഒരുപാട് പ്രയാസം. കാരണം ആ ഉമ്മ അങ്ങനെ വളർത്തിയതാണ് മോനെ. ആരും നോക്കാനോ കേൾക്കാനോ അറിയാനോ സഹായിക്കാനോ ഇല്ലാത്ത സമയത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയതാണ്. ആ ഉമ്മാക്ക് ആ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആകുള്ളൊരു പ്രതീക്ഷ, ആകുള്ളൊരു ആശ, അത് മാത്രം ആ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ കുപ്പായ അയച്ചിട്ട് ഇബ്രാഹിം നബിയുടെ കയ്യിൽ കൊടുത്തിട്ട്, വാപ്പ ഇതിൽ രക്താവരുത്, കാരണം അത് കണ്ടാൽ എന്റെ ഉമ്മ സഹിക്കില്ല. രണ്ടാമത് പറഞ്ഞെന്താണെന്നറിയോ? എന്റെ 2 കൈകളും കാലുകളും അറുക്കുന്നതിന്റെ മുന്നേ അങ്ങ് കെട്ടിയിടണം, അല്ലെങ്കിൽ അങ്ങയുടെ മൂർച്ചയുള്ള കത്തി എന്റെ കഴുത്തിലേക്ക് അമരുമ്പോ ഞാൻ കുതറി മാറി ഓടിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ 2 കാലും കൈകളും എന്ത് ചെയ്യണം? കെട്ടിയിടണം. മാത്രമല്ല, എന്നെ മലർത്തി കിടത്തിയിട്ട് അറക്കരുത്. പിന്നെ എങ്ങനെ അറക്കണം? കമിഴ്ത്തി കിടത്തിയിട്ട് ഇറക്കണം. കാരണം മലർത്തി കിടത്തുമ്പോ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ കണ്ണിൽ എനിക്ക് ഓടാൻ കഴിയില്ല. നിങ്ങൾ എന്റെ കാലും കൈകളെല്ലാം കെട്ടിയിട്ടിട്ടുണ്ടാവും. എന്റെ കണ്ണിൽ ഒരു ദയനീയത നിഴലിക്കും, മരണഭയം എന്റെ കണ്ണിലുണ്ടാവും. ഒരു പക്ഷേ എന്റെ കണ്ണ് നിറയും. നിങ്ങൾ എന്റെ ഉപ്പയാണ്, ഒരു പ്രവാചകനാണെങ്കിലും നിങ്ങൾ എന്റെ ഉപ്പയാണ്. അതുകൊണ്ട് എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ ഒരു നിമിഷം ഉപ്പ നിങ്ങൾ മടിച്ചേക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന മുഖം നോക്കാതെ നിങ്ങളൊന്ന് നടപ്പാക്കിയേക്ക്, നിങ്ങൾ അതിലൊരു കുറ്റവും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്നുകൊടുത്ത ഇസ്മായിൽ എന്ന് പറയുന്ന മകനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഹാജറ ബീവി കൊടുത്ത തർബിയത്താണത്. ഒരു പെണ്ണ് കൊടുത്ത തർബിയത്താണത്. ഈമാനിന്റെ ഊർജത്തോടുകൂടി ആ വിജനതയെ തരണം ചെയ്ത, ആരോരുമില്ലെങ്കിലും പടച്ചോൻ കൂടെയുണ്ട് എന്ന ഉച്ചസ്ഥിരമുള്ള മറുപടി കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഹാജറ എന്ന് പറയുന്ന ഉമ്മയുടെ തർബിയത്തിൽ നിന്നുണ്ടായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇബ്രാഹിം
ഇബ്രാഹിം വേണ്ട, അങ്ങയുടെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കണ്ട കേട്ടോ, ഇതാ പകരമായി ഒരാടിനെ ഞാൻ അങ്ങയ്ക്ക് സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്യമത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്മാറ്റിക്കളയുകയാണ്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്ക് തർബീയത്ത് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇല്ല. വളരുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയുടെ കൂടെ ഇല്ല. പിന്നെ ആരാണുള്ളത്? ഉമ്മ ഹാജറ ബിയാണ്. ഹാജറ ബീവിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാക്കി മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയുടെ ആ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, ആ ക്യാരക്ടർ, അതിൽ ഹലീമ ബീവിക്ക് വലിയ പങ്കുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച വിലമതിക്കാനാകാത്ത ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നതിൽ ചെറിയ കാലഘട്ടത്തിൽ പ്രവാചകൻ വളർന്നു വന്ന ഹലീമ ബീവിക്ക് അതിൽ പങ്കുണ്ട്. കാരണം അവരെങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. മക്കയിൽ പിന്നെ ഈ ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ വില കൊടുത്ത് മുലയൂട്ടുന്നതിന് വേണ്ടി, കാശിന് കൂലിക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി ആളുകളൊക്കെ വന്നു. പക്ഷേ അബ്ദുൽ മുത്തലിബ് അപ്പൊ വളരെ ദരിദ്രനായിരുന്നു, കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മുഹമ്മദ് നബി ജനിച്ചത് എങ്ങനെയാണ്? ജനിച്ചത് തന്നെ യത്തീമായിട്ടാണ്. അതുകൊണ്ട് ആ കുട്ടിയെ ആരും ഏറ്റെടുക്കാനില്ല. മറ്റു കുട്ടികളൊക്കെ എല്ലാവരും ഏറ്റെടുത്ത് കൊണ്ടുപോയി. ഈ കുട്ടി ഇങ്ങനെ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മക്കയിൽ അന്നുള്ള ഒരു രീതിയാണ്, ഉൾനാടുകളിലേക്ക് ഭാഷ ശുദ്ധിയായി സംസാരിക്കുന്നതിന് വേണ്ടി മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ ഒരു കൂലിയും ആവശ്യപ്പെടാതെ, കാര്യമായ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിലെ ആർദ്രത കാരണം സ്വീകരിച്ചു കൊണ്ടുപോയതാണ് ഹലീമ എന്ന് പറയുന്ന പ്രവാചകന്റെ മുലയൂട്ടിയ ഉമ്മ. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേടിയെടുത്ത പല വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂൽ ഉമ്മയെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഹദീസുകളിൽ വല്ലാത്ത ഒരു വേദന ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും, വല്ലാത്തൊരു തീവ്രതയും വല്ലാത്തൊരു ആഴവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും റസൂൽ ഉമ്മയെ കുറിച്ച് പറഞ്ഞ ഹദീസുകളിലെല്ലാം. കാരണം 6-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെടുന്നത് യസ്രിബിൽ നിന്ന് മക്കയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിലാണ്. ആരാ ഖബറടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വയസ്സുള്ള കുട്ടി. 6 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കൂടെ നമ്മൾ ചോറ് വാരി കൊടുക്കുന്ന, നമ്മളിങ്ങനെ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കൊടുക്കുന്ന സമയമല്ലേ, 1-ാം ക്ലാസ് 2-ാം ക്ലാസ് സമയം. ചില കുട്ടികളൊക്കെ ആ സമയത്ത് സ്വന്തമായി ശൗചം ചെയ്യാൻ പോലും പിടിക്കൂല. ആ സമയത്താണ് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ മാന്തിയത്. പ്രവാചകനും ആമിന ബീവിയുടെ പ്രത്യേകം കൂടിയിട്ടാണ് ഖബറടക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ കുറിച്ച് പറയുന്ന ഹദീസുകളിലെല്ലാം വല്ലാത്തൊരു വൈകാരികത നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു ജിഹാദിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് റസൂലിനോട് പറയുന്നത്, നബിയെ ഞാൻ വരുന്നത് ദൂരെ നിന്നാണ്, എൻ്റെ ഉമ്മയും ഉപ്പയും ഞാൻ വരുമ്പോൾ കരയുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ കരച്ചിലൊക്കെ അവഗണിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കാരണം എന്താ? എനിക്ക് ഖിത്താലിന് പോകണം, ജിഹാദിന് പോകണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. റസൂലിന്റെ മുഖം ചുവന്നു. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ജിഹാദ് ഇവിടെയല്ല, നിന്റെ ജിഹാദ് യുദ്ധക്കളത്തിലല്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് ചിരിവിരിക്കുന്നതിലാണ് നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചുവിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം പ്രവാചകന്റെ ജീവിതത്തിൽ ഉമ്മയുണ്ടാക്കിയ സ്വാധീനം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഏത് മഹത്തായ മനുഷ്യരുടെ ജീവിതമായാലും, ഏത് കെട്ട മനുഷ്യരുടെ ജീവിതമായാലും നിങ്ങളൊന്ന് എടുത്തു നോക്ക്, അവിടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഒരു പെണ്ണിന്റെ സ്വാധീനം തീർച്ചയായും ഉണ്ടാകും. ഹിറ്റ്ലറുടെ ചരിത്രം നമുക്കറിയാലോ. ഹിറ്റ്ലർ 18 വയസ്സുള്ളപ്പോഴാണ്, ഓർമ്മ ശരിയാണെങ്കിൽ, ഹിറ്റ്ലറുടെ അമ്മ മരിക്കുന്നത്. ആ ഹിറ്റ്ലർ ഈ പറയുന്ന കൊടും ക്രൂരതകളും മുഴുവനും ചെയ്തു വന്നാലും, കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് അറിയാലോ, ഇത്രമാത്രം വലിയ ക്രൂരതകളാണ് ഇവിടെ നടന്നത്. ചെറിയ പിഞ്ചു കുട്ടികളെ പോലും ഗ്യാസ് ചാമ്പറിലിട്ട് പൊട്ടിത്തെറിപ്പിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ അയാൾ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്റെ മുറിയിൽ തന്റെ തലയുടെ ഭാഗത്ത് തന്റെ അമ്മയുടെ ഫ്രെയിം ചെയ്തു വെച്ച ചിത്രം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അത് കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു പല രാത്രികളിലും ഹിറ്റ്ലർ ഉറങ്ങിയത്. അതിൽ നിന്ന് അയാൾ ഒരുപക്ഷെ താരാട്ടുപാട്ടുകൾ കേട്ടിട്ടുണ്ടാവണം, അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവണം. ഒരു പക്ഷേ ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 60 ലക്ഷത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ട അതിഭീകരനായ 60 ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നുകളഞ്ഞ ഭീകരനായ ഒരു സ്വേച്ഛാധിപതി തന്നെ ഇല്ലാതാകുമായിരുന്നു ആ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു.
ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ഗാന്ധിജി തന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുഴുവൻ കീഴടക്കാൻ തന്നെ പ്രാപ്തനാക്കിയ തന്റെ സഹനവും ക്ഷമയും എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഗാന്ധിജി വിവരിക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്നറിയോ? ഒരു ഗ്രാമീണ സ്ത്രീയായ പുത്ലിബായി, ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായി എന്നാണ്. പുത്ലിബായി വ്രതാനുഷ്ഠാനം നടത്തുമ്പോൾ ആ സ്ത്രീ കാണിച്ചിരുന്ന സഹനത്തിന്റെ, ക്ഷമയുടെ ആ ഒരു നാടുകളിൽ നിന്നാണ്, ആ ഒരു രംഗങ്ങളിൽ നിന്നാണ് ഗാന്ധിജി തന്റെ ജീവിതത്തിലേക്ക് ആ സഹനവും ക്ഷമയുമെല്ലാം ഒപ്പിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ നന്നാവുക എന്നാൽ ഒരു തലമുറ നന്നാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്ത്രീ കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരു തലമുറ മുഴുവൻ കെട്ടുപോകുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ തലമുറകളാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നന്നാവുക, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും റബ്ബിനെ കുറിച്ചുള്ള ഭയവും ഹൃദയത്തിൽ നിറയ്ക്കുക, തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക, ജീവിതത്തിൽ ചിട്ടയുണ്ടാക്കുക, ആദർശബോധമുള്ളവരാകുക. പ്രബോധന രംഗത്ത് ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. ആണുങ്ങളെക്കാൾ എത്രയോ കൂടുതൽ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, പോയ 2 കുട്ടികൾ, 4 കുട്ടികളും പെൺകുട്ടികളാണ്. ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞ്, ഹോമോസെക്ഷൽസ് ആണെന്ന് പറഞ്ഞ് പോയ 4 കുട്ടികളും പെൺകുട്ടികളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലിബറലിസത്തെ കുറിച്ചും അതുപോലെ LGBTQ കുറിച്ചും അതുപോലെ തന്നെ ഫെമിനിസത്തെ കുറിച്ചുമെല്ലാമുള്ള വീഡിയോസും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും എല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെയാണ്. അവരാണ് അതിൽ കൂടുതൽ വശംവദരായി പോകുക. അതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. മടിച്ചിരിക്കാതിരിക്കുക, അമാന്തിച്ചിരിക്കാതിരിക്കുക. ഊർജ്ജസ്വലതയോടുകൂടി സമൂഹത്തിലേക്ക്, സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രബോധകരായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും പുറത്തു കാണിക്കാൻ, പ്രകടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഒരു നല്ല ഭാര്യയായി, നല്ല ഉമ്മയായി, നല്ല മകളായി അള്ളാഹു ഏൽപ്പിച്ച എല്ലാ റോളുകളും കൃത്യമായി ചെയ്ത് ഈ ലോകത്ത് നിന്ന് സമാധാനത്തോടെ വിട പറഞ്ഞു പോകുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.